കത്തിച്ച് കരിച്ച് ആ വെണ്ണീര് വെള്ളത്തിൽ കലക്കിയിട്ടാണ് പഴയ കാലത്ത് പൊട്ടാഷ്യം ഓക്സൈഡ് ഉണ്ടാക്കി തുണി അലക്കിയിരുന്നത്. ഏറ്റവും നല്ല കാരം അതായിരുന്നു. ഏത് ഫാക്ടറി വലിയും പഴയത്തെ അലക്ക് കാരം അതാണ്. ചകിരി കത്തിച്ച വെണ്ണീർ, തൊണ്ട് കത്തിച്ച വെണ്ണീർ എടുത്തിട്ട് അലക്ക് ചെയ്യും. അതുകൊണ്ട് തുണി കീറി പോകുന്നില്ല. കോറത്തുണിയെ വെള്ളത്തുണിയാക്കാൻ ഇതിനകത്ത് മുക്കിയെടുക്കുക, എന്നിട്ട് ചാണകവെള്ളം കുടയുക. ചാണകവെള്ളം നൈട്രിക് ആസിഡ് ആണല്ലോ. പൊട്ടാസിൻ്റെ ക്ഷാരവസ്തു മുഴുവൻ ഏതിൽ പോവും? ചാണകവെള്ളത്തിലെ നൈട്രിക് ആസിഡിൽ പോവും. അപ്പോൾ ഏത് നിറമുള്ള തുണിയും ബ്ലീച്ച് ചെയ്യാൻ സ്വാഭാവികമായി പണ്ട് ഉപയോഗിച്ചിരുന്ന വിദ്യയാണ് ഇതെല്ലാം. അതെല്ലാം നൈട്രജൻ കോമ്പൗണ്ട് സിസ്റ്റം പോലെ പ്രയോഗിച്ചപ്പോൾ ചെടികൾ വളർന്നു കിട്ടി. ഇതിൽ നിന്നാണ് ഇതെല്ലാം യുദ്ധത്തിൻ്റെ പ്രൊഡക്റ്റാണ്. യുദ്ധം കഴിഞ്ഞപ്പോൾ ടാങ്ക് ഫാക്ടറി പൂട്ടാൻ മടിച്ചിട്ട് ആ ടാങ്ക് ഫാക്ടറി മുഴുവനും ട്രാക്ടറാക്കിയിട്ട് അങ്ങനെയാണ് ട്രാക്ടർ കണ്ടുപിടിക്കുന്നത്. അതേ യന്ത്രം വെച്ചിട്ടാണ് ട്രാക്ടർ വരുന്നത്. ഇതുവരെ എല്ലാം യുദ്ധത്തിൻ്റെ ബാക്കിയാവും. ഫാക്ടറി പൂട്ടരുത്. യുദ്ധത്തിന് ആളുകളെ കൊല്ലാൻ വേണ്ടി ഉണ്ടാക്കിയ മീഥൈൽ ഐസോസൈനേറ്റ് ശക്തി കുറച്ച് എന്നിട്ട് അതുപയോഗിച്ച് കീടനാശിനിയാക്കി കളിക്കുകയുണ്ടായി. വിയറ്റ്നാം യുദ്ധകാലത്ത് വിയറ്റ്കോങ് കമ്മ്യൂണിസ്റ്റുകാർ കാടിൻ്റെ ഉള്ളിൽ ഒളിച്ചു നിൽക്കുമ്പോൾ ഇവർക്ക് ഹെലികോപ്റ്ററിൽ നിന്ന് വെടിവെക്കാൻ പറ്റുന്നില്ല, കാണുന്നില്ല. അവർ കാണുന്ന താഴത്ത് ഒറ്റ വെടിക്കുന്നത് ഹെലികോപ്റ്ററിൽ ഇരിക്കുന്നതിനെ കൊല്ലാം. ഇവൻ കാട് ഒറ്റ വെടിവെച്ചാലും കൊള്ളില്ല. കാരണം ഒരു വെടിയും വെച്ച് ഇവൻ പോയി ഒളിച്ചില്ലേ. അതുകൊണ്ട് എന്ത് വഴി? ഇലകൾ മുഴുവൻ കൊഴിക്കണം. മരത്തിനൊന്നും ഇല വേണ്ട. ഹെലികോപ്റ്ററിൽ നിന്നിട്ട് ഏജന്റ് ഓറഞ്ച് തെളിച്ചു. കുറച്ചല്ല, 67 മില്യൺ ടൺ ഏജന്റ് ഓറഞ്ചാണ് റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ ഉണ്ടാക്കിയിട്ട് അമേരിക്കക്ക് വിറ്റത്. ആ കാശാണ് ഇപ്പൊ വിത്ത് കൈയടക്കാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്നത്. 67 മില്യൺ ടൺ ഉണ്ടാക്കി കൊടുത്തു. എവിടെ? കൊച്ചു വിയറ്റ്നാമിൽ മാത്രം. എല്ലാ ചെടീൻ്റെ മേലെയും, കാരണം വിയറ്റ്നാം കേരളം പോലെയാണ്, മഴക്കൊക്കെ മഴ പെയ്യും. അതുകൊണ്ട് എല്ലാ ചെടീൻ്റെ മേലെയും തെളിക്കും. തെളിച്ച് ഇല മുഴുവൻ കൊഴിഞ്ഞാൽ ഇലയില്ലാത്ത മരത്തിൻ്റെ ഇടയ്ക്ക് ഒളിച്ചിരിക്കുന്നവനെ മുഴുവൻ വെടിവെച്ച് കൊല്ലാം. ഇതാണ് തന്ത്രം. അതുകൊണ്ടാണ് വിയറ്റ്നാംകാർ വൈക്കോലിൻ്റെ തൊപ്പി ഉണ്ടാക്കിയത്. അപ്പോൾ വൈക്കോൽ കൂനിയും ചെടിയും മണ്ണും ഒന്നും തിരിച്ചറിയാൻ പറ്റില്ല. വൈക്കോലിൻ്റെ തൊപ്പി ഉണ്ടാക്കി ഇതും തലയിൽ വെച്ച് നടക്കുക. ഹെലികോപ്റ്ററിൽ നിന്ന് കണ്ടാൽ താഴത്തൊന്തോ വൈക്കോൽ ഇട്ടെന്ന് തോന്നുള്ളൂ. അങ്ങനെയാണ് വൈക്കോൽ തൊപ്പി. നിങ്ങൾ ഹോച്ചിമിൻ്റെ ഒക്കെ ചിത്രം കണ്ടിരിക്കും, വൈക്കോൽ തൊപ്പി ഇട്ട് നിൽക്കുന്ന ചിത്രം. അപ്പോൾ അതാണ് എൻ്റെ കാര്യം. ഇങ്ങനെ അവർ ചെയ്തിരുന്നു. അന്ന് കണ്ടുപിടിച്ചതാണ് ഏജന്റ് ഓറഞ്ച്. അതിൻ്റെ ഇപ്പോഴത്തെ പേരാണ് റൗണ്ടപ്പ് എന്നത്. അതുകൊണ്ടാണ് താഴത്ത് നിൽക്കുന്ന ആളുകൾക്ക് മുഴുവൻ ക്യാൻസർ വന്നത്. സൈഗോൺ പട്ടണത്തിലെ ആളുകൾക്ക് ക്യാൻസർ വന്നത് ഈ റൗണ്ടപ്പ് കാരണമാണ്. താഴത്തേക്ക് ഒഴുകി വന്നു മേക്കോങ് നദി. മഹാഗംഗ എന്നതിൻ്റെ പഴയ പേര്. ഗംഗ മാറി അവർക്കൊരു ഗംഗയുണ്ട്, അതിൻ്റെ പേര് മഹാഗംഗ. അതിൻ്റെ വിയറ്റ്നാമീസ് ഭാഷയിലെ പേരാണ് മേക്കോങ് എന്ന്. ആ മേക്കോങ് നദിയിലെ ഇവിടെ മേലെ അടിച്ച എല്ലാ റൗണ്ടപ്പ് ഒലിച്ച് താഴത്ത് വന്നു. താഴത്ത് കെട്ടിക്കിടന്നു സൈഗോണിനടുത്ത്, കടലിനടുത്ത്. അത് പായലിൽ വന്നു. പായൽ മത്സ്യം തിന്നു. ആ മത്സ്യത്തെ അമേരിക്കൻ പട്ടാളക്കാർ തിന്നു തീർത്തു. അപ്പോൾ ആർക്ക് കിട്ടി ക്യാൻസർ? അമേരിക്കൻ പട്ടാളക്കാരൻ. കാരണം വിയറ്റ്നാംകാരൻ മീനിൻ്റെ ഒരു ചാറേ കൂട്ടുള്ളൂ, കേരളക്കാരന്മാരിയാണ്. അമേരിക്കാരൻ്റെ മെയിൻ ഫുഡാണ് ഫിഷ്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ കിട്ടിയത് ആർക്ക്? അമേരിക്കാരൻ തന്നെയാണ്. അതുകൊണ്ട് ആ വിയറ്റ്നാം യുദ്ധത്തിൽ പങ്കെടുത്ത എല്ലാവരും ഒന്നുകിൽ മനോരോഗികളായി, അല്ലെങ്കിൽ എല്ലാം ക്യാൻസർ പിടിച്ച് ചത്തുപോയി. പട്ടാളക്കാർ മുഴുവൻ. കുറച്ചല്ല, ഏതാണ്ട് 6 ലക്ഷം പേര് ഒന്നിച്ച് ചത്തു തീർന്നു. ഈ റൗണ്ടപ്പാണ് കേരളത്തിൽ വ്യാപകമായി നെൽവയലിൽ അടിച്ചുകൊണ്ടിരിക്കുന്നത്, ചായത്തോട്ടത്തിൽ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളെ അരി ചറപറയാണെന്നൊക്കെ സിനിമാ നടികൾ പറഞ്ഞാലും ഓർത്തോളൂ, ഇത് ഏറ്റവും നല്ല അരിയൊന്നല്ല. കോട്ടയത്ത് വ്യാപകമായിട്ട് നെൽവയലിൽ തളിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊലിച്ച് എല്ലാ പുഴകളിലും എത്തുന്നു. വെമ്പനാട്ട് കായലിലെത്തുന്നു. കായലിൽ കുളിച്ചവർ തൊഗ്രോഗം വരുന്നു, ചിക്കുൺ ഗുനിയ വരുന്നു. രോഗം മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നു. ഈ അരി കഴിച്ചാലും ഇത് വരും. ഇപ്പോൾ ഉള്ള രാസവളങ്ങളൊക്കെ ഏതാണ്ട് ഇങ്ങനെയാണ്. കാനഡയിലെ വലിയ അഗ്നിപർവ്വതങ്ങളിൽ നിന്ന് പൊട്ടി വന്ന പാറകളിൽ ഗന്ധമുണ്ട്. ആ ഗന്ധം അങ്ങനെ കൊണ്ടുവരും. അതാണ് സൾഫേറ്റ് വളമായിട്ട് ഉപയോഗിക്കുന്നത്. നമുക്ക് ഗന്ധകാലത്ത് കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ മണ്ണിൽ വേണ്ടത്ര ഗന്ധകം ഉണ്ട്. നേച്ചുറലാണ്. പക്ഷെ അവർ രാസവളാക്കിയിട്ട് തരുള്ളൂ. നേച്ചുറൽ ആയിട്ടുള്ളത് വെള്ളത്തിൽ അലിയില്ല. വെള്ളത്തിൽ അലിയുന്ന രൂപത്തിലാക്കിയിട്ടാണ് അവർ തരിക. ഒരു കുഴപ്പം, ഇത് ഒന്നിച്ച് ചെടിയിലെത്തും. ചെടി ഒരു എരുമയല്ല. ചെടിക്ക് എല്ലാ സമയത്തും വെള്ളം കിട്ടാറുണ്ട്, എല്ലാ സമയത്തും വളം കിട്ടാറുണ്ട്. നമ്മൾ ചെയ്യുന്ന ഒന്നിച്ച് രാസവളം കൊണ്ടിട്ടാൽ ഒന്നിച്ച് യൂറിയ അങ്ങോട്ട് കയറും. നമ്മുടെ ശരീരത്തിൽ ഒന്നിച്ച് യൂറിയ കയറിയാൽ അപ്പോ തളർന്ന് വീണു, നമ്മൾ ബോധം കിടും. യൂട്രോഫിക്കേഷൻ എന്ന് പറയും ശരീരത്തിൽ. അപ്പൊ തന്നെ തലച്ചോറൊക്കെ മരവിച്ചു. യൂറിയ തലച്ചോറിൽ എത്തിക്കഴിഞ്ഞാൽ ബ്ലഡ് യൂറിയ കൂടും, കിഡ്നി പരാജയപ്പെടും. അങ്ങനെ ഒരു വലിയ രോഗത്തിലേക്ക് അടിഞ്ഞു. ഡബിൾ ബോയിൽഡ് അരി ഉണ്ടാക്കുമ്പോൾ ഒരു അരി എടുത്തു, നെല്ലെടുത്തു, അല്പം ചൂടാക്കി, അതിനകത്ത് 3-4 പിടി യൂറിയ ഇട്ടു,
എന്നിട്ട് അവിടെ വെച്ചു. പിറ്റേന്ന് രാവിലെ എടുത്ത് വീണ്ടും ചൂടാക്കിയാൽ ഡബിൾ ബോയിൽ റൈസായി. 10 മിനിറ്റ് കൊണ്ട് നെല്ല് പുഴുങ്ങി കിട്ടി. ഭയങ്കര തിളക്കണം, നല്ല ഷൈനിങ് അരി കിട്ടും. ഇത് കഴിച്ചാൽ നമ്മൾ കിഡ്നി വരായപ്പെടുന്ന മണ്ട പുറമേ നിന്ന് യൂറിയ കൂടിയിട്ട് തന്നെ കാലിൻ്റെ മുട്ട അനങ്ങാതാവാം, റൊമാറ്റിക് ആർത്രൈറ്റിസ് വരാം. പശുവിന് യൂറിയ കൊടുക്കുന്നുണ്ട്. മുഴുവൻ പശുവിന്, യൂറോപ്യൻ പശുവിന് വേർക്കില്ല. വേർക്കാതെ കൊണ്ട് പശുവും പാലിലൂടെ യൂറിയ വരും. മുഴുവൻ പശുവിന് മൂത്രമൊഴിച്ച് തീർക്കാൻ പറ്റില്ല, പാലിലൂടെ യൂറിയ എത്തും. കൃഷി വകുപ്പല്ല ഏറ്റവും കൂടുതൽ യൂറിയ ഉപയോഗിക്കുന്നത് ഇപ്പോൾ മൃഗവകുപ്പാണ്. കാലിത്തീറ്റയിൽ കണ്ടമാനം ഇന്ത്യയിൽ കർഷകർ ഉപയോഗിക്കുന്നതിനേക്കാൾ യൂറിയ മൃഗവകുപ്പ് ഉപയോഗിക്കുന്നു. ഏതായാലും ഇതൊക്കെ കെമിക്കൽ കോമ്പിനേഷനാണ്. എല്ലാ രാസവളങ്ങളും രാസബന്ധങ്ങളും ഇതൊക്കെ ചെടികൾക്ക് രോഗം ഉണ്ടാക്കും. ചെടികൾക്ക് രോഗം ഉണ്ടാക്കിയാൽ ആ രോഗം മനുഷ്യനിലേക്ക് എത്തും. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് മണ്ണാണ്. കാരണം ഞങ്ങൾ പറയാറുണ്ട്, സ്കൂൾ പഠിപ്പിക്കുന്ന ആദ്യത്തെ നുണ പാറ പൊടിഞ്ഞുണ്ടാവുന്നതാണ് മണ്ണ് എന്നതാണ്. ബുദ്ധിയുള്ള ഒരു കുട്ടി ചോദ്യം ചെയ്യുന്ന ഒരു കുട്ടി ഇല്ലാത്തതുകൊണ്ടാണ് മാഷന്മാർ രക്ഷപ്പെടാറ്. ഞാൻ മാഷായിരുന്നു കൊണ്ടാ പറയുന്നത്. ഒരു കുട്ടി മാഷ കയ്യിൽ ചോക്ക് ഉണ്ടല്ലോ, ചോക്ക് പിടിച്ചാൽ എന്താ കിട്ടുക മാഷേ എന്ന് ചോദിച്ചാലോ, ചോക്ക് പൊടി എന്ന് പറയണ്ടേ, എന്നാ പാറ പൊടിച്ചാൽ എന്താ കിട്ടുമെന്ന് ചോദിച്ചാലോ, അതിങ്ങനെ മണ്ണാവുക. പാറപ്പൊടിയല്ല മണ്ണ്. മണ്ണിന്റെ ശാസ്ത്രം വരെയാണ്. മണ്ണ് ബാലൻസ്ഡ് ആണെങ്കിൽ, സന്തുലിതമാണെങ്കിൽ, ഒരു രാസവസ്തുവും അമിതമായിട്ടില്ലെങ്കിൽ, ഒരിക്കലും നൈട്രജൻ കോമ്പൗണ്ട്സ് അമിതമായി മണ്ണ് നിൽക്കാൻ പ്രകൃതി അനുവദിക്കില്ല. ഡീജനറേറ്റീവ് ബാക്ടീരിയ വന്ന് അപ്പം അന്തരീക്ഷത്തിലേക്ക് അയച്ചു കളയും. ഒരിക്കലും നൈട്രജൻ ശരീരത്തിലധികം നിൽക്കാൻ, ഒരു കോശത്തിൽ പോലും നിൽക്കാൻ ശരീരം അനുവദിക്കില്ല. അപ്പം യൂറിയാക്കി മൂത്രത്തിലൂടെ പുറത്ത് കളയും. അത്രയേ അളവുള്ളൂ. എങ്കിൽ അളവിൽ കൂടുതൽ വന്നാൽ കാൽമുട്ടില്, കാലിലാണിയില്, കാർട്ടിലേജ് ടിഷ്യൂവിൽ കെട്ടിക്കിടക്കും. കെട്ടിക്കിടന്നാൽ മുട്ടുവേദന വരിക തന്നെ ചെയ്യും. ഇത് സൂത്രപ്പണി കൊണ്ട് മാറ്റാൻ പറ്റുന്നില്ല, ഓപ്പറേഷൻ കൊണ്ട് മാറ്റാൻ പറ്റുന്നൊന്നുമല്ല. ഒക്കെ തട്ടിപ്പാണ്. ഉപവാസം തന്നെ, പ്രകൃതി കണക്കാരുടെ ഉപവാസം തന്നെ വഴി. പച്ചവെള്ളം മാത്രം കുടിച്ച് ഉപയോഗിച്ചോളാം. പച്ചവെള്ളത്തിൽ യൂറിയ നന്നായിട്ട് അഴിയല്ലോ. അതുകൊണ്ട് അതേ അതിന് വഴിയുള്ളൂ. നല്ല പച്ചവെള്ളം കുടിച്ച് കിടന്നോളാം. എത്ര ദിവസം കിടക്കാൻ പറ്റുമോ അത്രയും ദിവസം തനിയെന്ന് മുഴുവൻ പോയിക്കോളൂ. ഏതായാലും അതേ വഴിയുള്ളൂ. യൂറിയ പല രീതിയിൽ നമ്മളെ ഉള്ളെത്തുന്നു. പച്ചക്കറിയിലൂടെ എത്തുന്നു, അരിയിലൂടെ എത്തുന്നു, പാലിലൂടെ എത്തുന്നു, മത്സ്യത്തിലൂടെ എത്തുന്നു. ഒരു കാലത്ത് മത്സ്യത്തിന് കടൽ വെള്ളത്തിൽ യൂറിയ കൂടുതലുണ്ട്, അത് വേറെ കാര്യം. അതിനേക്കാൾ കാര്യം ഇപ്പം മത്സ്യം പ്രിസർവ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് യൂറിയ ചേർന്ന ഐസാണ്. അപ്പോൾ -20 ഡിഗ്രി കിട്ടും. മത്സ്യം വടി പോലെ നിൽക്കും. ആ മത്സ്യത്തിലെ കൊഴുപ്പിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് യൂറിയ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം കൂടി ചേർന്നാൽ കിഡ്നി ഫെയിലർ വരും, റൊമാറ്റിക് ആർത്രൈറ്റിസ്, കാൽമുട്ടൊന്നും അനങ്ങില്ല. അപ്പോൾ ഒരു നിമിത്തമാണ് പനി, ചിക്കുൻഗുനിയ, വൈറൽ ഫൈബർ വന്നു. പിന്നെ തുണിക്കസേല മടക്കി വെച്ചതുപോലെ ഒരു മൂലക്ക് ഇരുന്നോളൂ, വേറെ രക്ഷയൊന്നും ഇല്ലേ. അതുകൊണ്ടാണ് ഒരു ദിവസം 4-5 ഗ്ലാസ് പച്ചവെള്ളം കുടിക്കുക. കാരണം ചായ കുടിച്ചാൽ ചായക്കകത്ത് പോകാനുള്ള പഞ്ചസാരയും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ മൂത്രത്തിൽ പോകാൻ വേറെയുണ്ട്. മൂത്രത്തിൽ പോകാനുള്ള സാധനങ്ങളൊക്കെ അലിഞ്ഞു കിട്ടുന്ന നല്ല പച്ചവെള്ളം കുടിച്ചോളുക. എന്നാൽ കുറേ സാധനങ്ങളൊക്കെ മൂത്രത്തിലൂടെ പുറത്തു കളയാൻ കഴിയും എന്നാണ്. ബൗദ്ധിക സ്വത്തവകാശം. ഒരാള് ഗവേഷണം നടത്തി ഒരു കാര്യം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആ കാര്യത്തിന് വേണ്ടി ലക്ഷക്കണക്കിന് കോടി ഡോളർ ഇവർ ചെലവാക്കിയിരിക്കും. അപ്പൊ അത് ഉണ്ടാക്കുന്നതിന് മുമ്പ് ഇത് പരസ്യപ്പെടുത്തിയാൽ, അല്ലെങ്കിൽ ഇതുപോലെ കാര്യം വിവരം കിട്ടിയാൽ വേറൊരുത്തൻ അതേ മരുന്നുണ്ടാക്കും. ഇതിന് ഗവേഷണത്തിന് പൈസ ഉണ്ടാക്കേണ്ടത് തന്നെ. അതിന് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന പേരിൽ അമേരിക്കയിൽ ഒരു അവകാശമുണ്ട്. ആ അവകാശം ഉപയോഗിച്ച് അവരിതിൻ്റെ പേരിൽ കുത്തക അവകാശം എടുക്കും. ഈ മരുന്ന് 10 കൊല്ലത്തേക്ക് ആരും ഉണ്ടാക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഈ വസ്തു, ഈ കാറ്, ഈ കെമിക്കൽ എന്തായാലും അല്ല, അവർ കണ്ടുപിടിച്ച കാര്യം മറ്റാരും ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ഉണ്ട്. ഇത് കുത്തകാവകാശം. ഇവർ ഇത് ഉപയോഗിച്ച് എന്ത് ചെയ്തു? ലോകത്തിൽ എവിടെയുള്ള ഏതിനും കുത്തകാവകാശം എടുത്തു. ഇന്ത്യയിലെ മഞ്ഞളിൽ വന്ന് പാറ്റന്റ് റൈറ്റ് എടുത്തു. പാറ്റന്റ് റൈറ്റ് എടുത്തപ്പോൾ വന്ദന ശിവ പറഞ്ഞു, മുറിവുണക്കാൻ കാവിലെ വെളിച്ചപ്പാട് കൊടുക്കുന്ന മഞ്ഞൾപ്പൊടി മുതൽ എല്ലാറ്റിലും ഇത്തരം മഞ്ഞൾ ഉപയോഗിക്കുന്നതാണ്. പണ്ടേ ഇന്ത്യക്കാർ ഉപയോഗിക്കുന്ന സാധനമാണ്. ഇതിന് മേലെ ഒരു പുതിയ കണ്ടുപിടുത്തമൊന്നുമല്ല ഇത്. ഇതിൻ്റെ കുത്തകാവകാശം എടുക്കാൻ ആർക്കും അധികാരമാണെന്ന് അമേരിക്കൻ കോടതിയിൽ ഡോക്ടർ വന്ദന ശിവ കൊണ്ട് കേസ് കൊടുത്തു. കേസിൽ അമേരിക്കക്കാർ തോറ്റുപോയി, പാറ്റന്റ് റൈറ്റുകാർ തോറ്റു. അതുകൊണ്ട് മഞ്ഞൾ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇതിനെതിരെയാണ് പട്ടുവം എന്ന പഞ്ചായത്തിൽ ഞങ്ങൾ പീപ്പിൾസ് റൈറ്റ്സ് ഓൺ ബയോഡൈവേഴ്സിറ്റി എന്ന ഡിക്ലറേഷൻ നടത്തിയത്. രാജീവ് ഗാന്ധി അറിഞ്ഞോ അറിയാതെയോ പഞ്ചായത്ത് രാജ് ബില്ലിൽ ഒരു വകുപ്പ് വെച്ചിട്ടുണ്ട്. ആ വകുപ്പ് ഇതാണ്: ജൈവ വൈവിധ്യത്തിന്റെ മേലുള്ള പരമായ അവകാശം ഗ്രാമസഭക്കാണ്. ഇപ്പൊ ഗ്രാമസഭ മീറ്റിംഗ് കൂടുക, ഞങ്ങളുടെ പഞ്ചായത്തിൽ